കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ ഇടപാടിൽ CPM കൗൺസിലർ അരവിന്ദാക്ഷന്റെ തട്ടിപ്പ് മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന ED. ബാങ്ക് ഭരണസമിതി മാത്രമല്ല, പുറത്തുള്ള രാഷ്ട്രീയക്കാരും തട്ടിപ്പിന് ഉത്തരവാദികളെന്നും ED. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കുത്തിവെപ്പെടുത്ത 7 വയസ്സുകാരന് നടക്കാൻ കഴിയുന്നില്ലെന്ന പരാതി. വകുപ്പുതല റിപ്പോർട്ട് DMOക്ക് കൈമാറി. ആരോപണ വിധേയനായ നഴ്സിനെ ജോലിയിൽ നിന്നും മാറ്റി. ചാലക്കുടിയിൽ റിട്ടയേർഡ് വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. അസം സ്വദേശി ബഹ്റുൽ ഇസ്ലാമിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ശബരിമല തീർത്ഥാടകർക്ക് സംരക്ഷണം ഒരുക്കണമെന്നാവശ്യപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വീട് നിർമ്മിക്കാൻ ലൈഫ് മിഷനിൽ ഫണ്ട് നൽകുന്നില്ലെന്നാരോപിച്ച് കടങ്ങോട് പഞ്ചായത്തിന് മുന്നിൽ പട്ടികജാതി കുടുംബം കുത്തിയിരിപ്പ് സമരം നടത്തി. കിടപ്പ് രോഗിയായ യുവാവിന് അളഗപ്പനഗർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ലൈഫ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതായി ആരോപണം. വിശദമായ വാർത്തകളിലേക്ക്. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ ഇടപാടിൽ CPM കൗൺസിലർ അരവിന്ദാക്ഷന്റെ തട്ടിപ്പ് മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന് ED. അരവിന്ദാക്ഷന്റെ ജാമ്യ ഹർജി പരിഗണിക്കവെയാണ് ED കോടതിയിൽ ഇക്കാര്യം അറിയിച്ചത്. ബാങ്കിലെ ഭരണസമിതി മാത്രമല്ല, പുറത്തുള്ള രാഷ്ട്രീയക്കാരും തട്ടിപ്പിന് ഉത്തരവാദികളാണെന്നും ED ചൂണ്ടിക്കാട്ടി. കേസിലെ 1-ാം പ്രതി സതീഷ് കുമാറിന്റെ ഇടപാടുകൾക്ക് വേണ്ടി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് അരവിന്ദാക്ഷൻ വഴിയാണ്. സതീഷിന്റെ മകളുടെ പഠനത്തിനായി ഫീസ് അടച്ചത് അരവിന്ദാക്ഷന്റെ അക്കൗണ്ടിലൂടെയാണെന്നും ED വ്യക്തമാക്കി. അരവിന്ദാക്ഷന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഈ മാസം 21 മാറ്റി. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തലവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ 7 വയസ്സുകാരന് കുത്തിവെപ്പിനെ തുടർന്ന് നടക്കാൻ കഴിയുന്നില്ലെന്ന പരാതിയിൽ ആരോപണ വിധേയനായ പുരുഷ നഴ്സിനെ സേവനത്തിൽ നിന്ന് മാറ്റി നിർത്തിയതായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജ് കുമാർ അറിയിച്ചു. വ്യാഴാഴ്ച മുതലാണ് നഴ്സിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയതിന്റെ റിപ്പോർട്ട് വ്യാഴാഴ്ച രാവിലെ ആശുപത്രി സൂപ്രണ്ട് നേരിട്ടെത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകി. ആരോപണ വിധേയനായ നഴ്സിന്റെ പേരിൽ സമാനമായ വേറെയും പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ജില്ലാ മെഡിക്കൽ ഓഫീസറെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. കുട്ടിയെ പരിശോധിച്ച ഡോക്ടറുടെയും കുത്തിവെപ്പെടുത്ത പുരുഷ നഴ്സിന്റെയും പേരിൽ കഴിഞ്ഞ ദിവസം ചാവക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കഴിഞ്ഞ 1-ാം തീയതി താലൂക്ക് ആശുപത്രിയിൽ ഛർദിയും തലവേദനയുമായി ചികിത്സ തേടിയെത്തിയ പാലയൂർ നാലകത്ത് കാരക്കാട് ഷാഫിലിന്റെ മകൻ മുഹമ്മദ് ഗസാലിയുടെ ഇടത് കാലിനാണ് നടക്കാൻ കഴിയാത്ത വിധം തളർച്ച ബാധിച്ചത്. ഡിസംബർ 1-നാണ് കുട്ടിയുമായി മാതാവ് ഹിബ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെത്തിയത്. 2 കുത്തിവെപ്പെടുക്കുവാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ നിർദ്ദേശിച്ചു. ഇതിനായി റൂമിലേക്ക് കൊണ്ടുപോയ പുരുഷ നഴ്സ് ഒരു കുത്തിവെപ്പ് ഇടത് കൈയിൽ ആദ്യം നൽകി. ഇവിടെ വീർത്തുവന്നതായും പറയുന്നു. ശക്തമായ വേദനയുണ്ടെന്ന് കുട്ടി പറഞ്ഞപ്പോൾ പുരുഷ നഴ്സ് ദേഷ്യപ്പെട്ട സിറിഞ്ച് അവിടെ വെച്ചതായും പരാതിയിൽ പറയുന്നു. പിന്നീട് അരയിൽ കുത്തിവെപ്പ് നൽകുന്നതിനിടെ ആഞ്ഞു കുത്തിയതായും വീട്ടുകാർ പറഞ്ഞു. ഇഞ്ചക്ഷൻ അടിച്ചപ്പോൾ തന്നെ കുട്ടിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പം തന്നെ അവരുടെ ഡോക്ടറോട് ഞങ്ങൾ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് ഞരമ്പിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല, ഇത് സ്വാഭാവികമായിട്ട് വരുന്നതാണ്, ഇത് കുറച്ച് കഴിഞ്ഞാൽ മാറിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞേക്കില്ല. ഒരു ഞരമ്പ് ആകെ ഡെഡ് ആയിക്കാണ്, അതിൻ്റെ സെൻസറി മോട്ടർ ഡെഡ് ആയിക്കാണ്. അപ്പോൾ അത് ആക്ടിവേറ്റ് വരണമെങ്കിൽ കണ്ടമാനം സ്റ്റിറോയിഡ്സും ദിവസം സ്റ്റിറോയിഡ്സ് ഇഞ്ചക്ഷൻ ഉണ്ട് 3 നേരം. പിന്നെ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് അതിലേക്ക് കൊണ്ടുവരണം. അത് എത്രത്തോളം വർക്കൗട്ട് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പില്ല, എന്നാലും ശ്രമിക്കാം, ഹോപ്പുണ്ടെന്നാണ് പറയുന്നത്. ഇതേ തുടർന്ന് ഇടതുകാലിൽ വേദനയും തരിപ്പും കുട്ടിക്ക് അനുഭവപ്പെട്ടെന്നും എണീറ്റ് നടക്കാൻ ശ്രമിച്ചപ്പോൾ വീണതായും പറയുന്നു. ഈ സമയം ഇടതുകാലിന് ബലക്കുറവ് അനുഭവപ്പെട്ടതായും പരാതിയിലുണ്ട്. കോട്ടക്കലും കോഴിക്കോടും കുട്ടി ഇപ്പോൾ ചികിത്സ തേടി വരികയാണ്. മരുന്ന് മാറിയതോ ഞരമ്പിൽ കൊണ്ടതോ ആകാം കാലിന് ബലക്കുറവുണ്ടായതെന്നാണ് കോഴിക്കോട്ടെ ആശുപത്രി അധികൃതരുടെ നിഗമനം. പാലയൂർ സെന്റ് തോമസ് LP സ്കൂളിലെ 2-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഗസാലി. TCV ചാവക്കാട്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ 7 വയസ്സുകാരന് അശ്രദ്ധമായി ഇഞ്ചക്ഷൻ നൽകിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രസാദ് പറഞ്ഞു. വിവരം അറിഞ്ഞ ഉടനെ തന്നെ കുട്ടിയെ കാണുകയും രക്ഷിതാവിൽ നിന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് വിവരങ്ങൾ തേടുകയും ചെയ്തിരുന്നു. പുരുഷ നഴ്സ് വളരെ മോശമായി പെരുമാറിയെന്നാണ് രക്ഷിതാവ് പറഞ്ഞത്. ഇതിനെ തുടർന്ന് ബന്ധപ്പെട്ട നഴ്സിനും ഡോക്ടർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആശുപത്രി സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടതായി ചെയർപേഴ്സൺ പറഞ്ഞു.
ചാലക്കുടിയിൽ റിട്ടയേർഡ് വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസം സ്വദേശി ബാറുൽ ഇസ്ലാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലേറ്റുംകര സ്വദേശി ഉള്ളിശ്ശേരി വീട്ടിൽ 68 വയസ്സുള്ള സെയ്ദിനെയാണ് കഴിഞ്ഞ ഞായറാഴ്ച ഇയാൾ കൊലപ്പെടുത്തിയത്. ഇരുവരും മുൻ പരിചയക്കാരും സ്ഥിരം മദ്യപാനികളുമായിരുന്നു. ചാലക്കുടി ബിവറേജ് ഔട്ട്ലെറ്റിന് സമീപം കഞ്ചാവ് വിൽപ്പനയിലും ഇവർ ബന്ധപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ കഞ്ചാവ് വാങ്ങിക്കുന്നതിന് ബഹ്റൂളിൽ നിന്നും 5000 രൂപ സെയ്ദ് കൈപ്പറ്റിയിരുന്നു. പണം തിരികെ ചോദിച്ചെങ്കിലും ഇയാൾ കൊടുത്തില്ല. ഇതേ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് സെയ്ദിനെ അതിഥി തൊഴിലാളിയായ ബാറുൾ മാരകമായി ആക്രമിച്ചത്. താഴെ വീണ സെയ്ദിന്റെ മുഖത്ത് കല്ലുകൊണ്ടിടിക്കുകയും കഴുത്ത് ഞെരിക്കുകയും ചെയ്തു. പിന്നീട് ഇയാൾ സ്ഥലം വിട്ടു. ചെവിക്ക് പരിക്കേറ്റ ബാറുൾ പിന്നീട് ഇരിങ്ങാലക്കുട ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തിങ്കളാഴ്ചയാണ് സെയ്ദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിർമ്മാണ തൊഴിലാളിയായ ബാറുൾ ഇരിങ്ങാലക്കുടയിലാണ് താമസം. ഇവിടെ നിന്നാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. അവിവാഹിതനായ ഇയാൾ 10 വർഷമായി കേരളത്തിലുണ്ടെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ പറഞ്ഞു. ചാലക്കുടി ഡിവൈഎസ്പി TS സിനോജ്, SHO KS സന്ദീപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത്. SIമാരായ M അഫ്സൽ, NS റെജിമോൻ, KJ ജോൺസൺ, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ VG സ്റ്റീഫൻ, സിയ ജോബ്, സതീശൻ വടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, VU സിൽജോ, AU റെജി, ഷിജോ തോമസ്, CB റനീഷ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ശബരിമല തീർത്ഥാടകർക്ക് മതിയായ സംരക്ഷണം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ദേവസ്വം വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണന്റെ ചേലക്കര ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മന്ത്രിയുടെ ഓഫീസിന്റെ 100 മീറ്റർ അകലെ ബാരിക്കേഡ് വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. മാർച്ച് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം മന്ത്രി K രാധാകൃഷ്ണൻ സന്നിധാനത്തേക്ക് പോയത് വിശ്വാസികളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ നാടകത്തിന്റെ ഭാഗമാണെന്ന് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM അനീഷ് അധ്യക്ഷനായിരുന്നു. KPCC സെക്രട്ടറി ബാബുരാജ്, DCC സെക്രട്ടറി KV ദാസൻ, DCC ജനറൽ സെക്രട്ടറിമാരായ E വേണുഗോപാല മേനോൻ, TM കൃഷ്ണൻ, TA രാധാകൃഷ്ണൻ, P സുലൈമാൻ തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. വീട് നിർമ്മിക്കാൻ ലൈഫ് മിഷനിൽ ഫണ്ട് നൽകുന്നില്ലെന്നാരോപിച്ച് കടങ്ങോട് പഞ്ചായത്തിന് മുന്നിൽ പട്ടികജാതി കുടുംബം കുത്തിയിരിപ്പ് സമരം നടത്തി. 4-ാം വാർഡ് മുല്ലപ്പിള്ളി തങ്കമ്മുവും മകൻ പ്രസാദുമാണ് പ്രതിഷേധ സമരം നടത്തിയത്. കഴിഞ്ഞ വർഷക്കാലത്ത് ഇവരുടെ വീട് തകർന്നു വീണിരുന്നു. താൽക്കാലികമായി സാംസ്കാരിക നിലയത്തിലാണ് ഇവരെ താമസിപ്പിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് പ്രതിനിധികൾ സന്ദർശിച്ച് പ്രത്യേക പരിഗണന നൽകി ലൈഫ് മിഷൻ പദ്ധതികൾ ഉൾപ്പെടുത്തുകയും വീട് നിർമ്മിക്കുന്നതിന് ആദ്യ ഗഡുവായി 40,000 രൂപ നൽകുകയും ചെയ്തിരുന്നു. തറപ്പണി നടത്തിയതിനു ശേഷം ബാക്കി ഫണ്ടിനായി പഞ്ചായത്ത് അധികൃതരെ നിരവധി തവണ സമീപിച്ചെങ്കിലും നൽകിയില്ലെന്നും ബാക്കി പണി പൂർത്തീകരിച്ചാലേ ഫണ്ട് നൽകുകയുള്ളൂ എന്ന നിലപാടിലാണ് അധികൃതരെന്നും ഗുണഭോക്താക്കൾ പറയുന്നു. ഒന്നും ചെയ്തു തരുന്നില്ല. കുറേ ഞങ്ങളിങ്ങനെ നടക്കണം. വീട് വീണിട്ട് ഇപ്പം ഇത്രയും ദിവസമായി. എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇല്ല ഇല്ല എന്നുള്ളത് നടക്കണം പറയുന്നത്. എനിക്കാണെങ്കിൽ വയ്യാത്ത ഒരാളാണ്. എനിക്കൊന്നിനും പറ്റുന്നില്ല. വയ്യാത്ത വയസ്സിൽ ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും വീട് പാസ്സായിട്ടില്ല ഇപ്പം എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? നമുക്കതിനൊരു ഇത് എന്തെങ്കിലും നമ്മൾ ചെയ്ത് തന്നേ പറ്റും. ഞങ്ങളിപ്പോൾ സംസ്കാര നിലയത്തിൽ താമസിക്കുക കാരണം അവിടെ മീറ്റിംഗ് മറ്റേ ഗ്രാമസഭ ഇതൊന്നും നടക്കണില്ല. അവർ ഞങ്ങൾ താമസിക്കുന്നത് താഴത്താണ്. അവിടെയാണ് ഗ്രാമസഭ ഒക്കെ നടന്നിരുന്നത്. ഇപ്പം ഞങ്ങൾ കാരണം അവർ മുകളിലാണ് ഇപ്പോൾ ഇത് ഗ്രാമസഭ നടത്താറ്. അപ്പോൾ ഈ വയസ്സായ സ്ത്രീകൾക്കൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങളോട് എന്തായാലും നിങ്ങൾ മാറണില്ല എന്ന് കുറേ ഇങ്ങനെ പറയുന്നു. ഞങ്ങൾക്ക് മാറപ്പോൾ ഒരു നടപടിയില്ല. ഇവിടെ പഞ്ചായത്തിൽ നിന്ന് ഇതൊക്കെയാണ് കേൾക്കുന്നത്. ഇവിടെ ശരിയായിട്ടുള്ള രീതിയിൽ ഫണ്ടൊന്നും കിട്ടുന്നില്ല. ഫണ്ട് വന്നിട്ടില്ല. നിങ്ങളുടെ അവസ്ഥ എല്ലാതും ഞങ്ങൾക്ക് അറിയാം. പക്ഷേ ഫണ്ട് വന്ന് നിങ്ങൾ തന്നെ അറിയിക്കാമെന്നാണ് പറയുന്നത്. കൂലിപ്പണിയെടുത്ത് ഉപജീവനം നടത്തുന്ന കുടുംബത്തിന് നിർമ്മാണത്തിന് ഫണ്ട് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണെന്നും അധികൃതർ ഇവരെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുകയാണെന്നും BJP മെമ്പർമാരായ അഭിലാഷ് കടങ്ങോട്, ധനീഷ് വിജയൻ എന്നിവർ പറഞ്ഞു. 113 ആളുകൾക്ക് SC വിഭാഗത്തിൽപ്പെട്ട 113 ആളുകൾക്ക് പൈസ പാസ്സായിട്ട് ഇതുവരെ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ആളുകൾക്ക് പൂർണ്ണമായി പൈസ കൊടുക്കാനോ വീട് പണി പൂർത്തീകരിക്കാനോ പറ്റാത്ത സാഹചര്യം. പല ആളുകളും വാടകയ്ക്ക് മാസങ്ങളായിട്ട് ഇരുന്ന് തുടങ്ങിയിട്ട് വാടക കൊടുക്കാൻ പോലും പറ്റാത്ത ആളുകളുണ്ട്.
അത്തരം സാഹചര്യത്തിലാണ് മൊത്തം ഇവിടെ പഞ്ചായത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന സമയത്ത് പറയും പൈസ ഇല്ല, പൈസ വന്നിട്ടില്ല, വന്നാൽ ഞങ്ങൾ കൊടുക്കാമെന്ന് പറയും. ഇങ്ങനെ ഓരോ ആളുകളെയും പറഞ്ഞു പറ്റിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട 113 ആളുകളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടാണ് ഈ പഞ്ചായത്ത് സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഇന്ന് ഈ കുടുംബം ഇവിടെ വന്നിരിക്കുന്നത് 100 കണക്കിന് ആളുകൾ ഇവിടെ വരാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ഇവിടെ പഞ്ചായത്തിൽ വന്നിരിക്കുക, ഇവിടെ ഇരുന്ന് നിങ്ങൾ പോകുന്നില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ജനറൽ വിഭാഗത്തിൽ 10-200 ആളുകൾക്ക് പാസ്സായി എടുക്കുക, ഇതുവരെ കൊടുത്തിട്ടില്ല. നിലവിൽ താമസിക്കുന്ന സാംസ്കാരിക നിലയത്തിൽ ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യമാണുള്ളതെന്നും എത്രയും പെട്ടെന്ന് ഫണ്ട് അനുവദിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, എരുമപ്പെട്ടി. കിടപ്പ് രോഗിയായ യുവാവിന് അളഗപ്പനഗർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ലൈഫ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതായി ആരോപണം. അളഗപ്പനഗർ പണ്ടാരി മോഹനന്റെയും ഷീലയുടെയും മകൻ ശ്യാംകുമാറിന് അളഗപ്പനഗർ PHCയിലെ ഡോക്ടർ ഉമേഷ് ലൈഫ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചു എന്നാണ് പരാതി. ജന്മനാ വൈകല്യമുള്ള ശ്യാംകുമാറിന് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പരസഹായം ആവശ്യമുള്ള ആളാണ്. കരുവാപ്പടിയിലെ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് മസ്റ്ററിംഗ് ചെയ്തപ്പോൾ വിരലടയാളവും കൃഷ്ണമണിയുടെ അടയാളവും പതിഞ്ഞിരുന്നില്ല. അക്ഷയയിൽ നിന്നുള്ള സാക്ഷ്യപത്രമടക്കം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ഉമേഷിനോട് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും അനുവദിച്ചില്ലെന്ന് പഞ്ചായത്ത് അംഗം VK വിനീഷ് പറയുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അടിയന്തരമായി ഇടപെട്ട് നടപടിയെടുക്കണമെന്ന് LDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. അളഗപ്പനഗർ പഞ്ചായത്ത് അംഗങ്ങളായ VK വിനീഷ്, PS പ്രീജു, സജ്ന ഷിബു, അശ്വതി പ്രവീൺ എന്നിവർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തി പ്രതിഷേധിച്ചു. ശക്തമായ നിയമം നിലനിൽക്കുമ്പോഴും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷ സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെന്ന് കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി പറഞ്ഞു. കേരള വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനുള്ള നിയമം എന്ന വിഷയത്തിൽ നടന്ന സംസ്ഥാനതല സെമിനാർ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സ്ത്രീകളുടെ സാമൂഹിക പശ്ചാത്തലം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനമാണ് കമ്മീഷൻ രൂപീകരിച്ച നാൾ മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാസമ്പന്നരുടെ ഇടയിൽ പോലും എത്രത്തോളം സ്ത്രീ വിരുദ്ധതയാണ് ആഴ്ന്നിറങ്ങിയിരിക്കുന്നതെന്ന് തെളിയിക്കുന്നതാണ് അടുത്ത കാലത്ത് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളെന്നും അഡ്വക്കേറ്റ് P. സതീദേവി പറഞ്ഞു. വില കുറഞ്ഞ വസ്തുവായി സ്ത്രീകളെ കാണുന്ന സാഹചര്യം എല്ലാം ഡിജിറ്റലായ ലോകത്ത് ഇന്നും നിലനിൽക്കുന്നുവെന്നും പെണ്ണുങ്ങളെ ബോധവൽക്കരിച്ച് അവർ ബോധം കെട്ട അവസ്ഥയിലായിരിക്കുന്നുവെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ അഭിപ്രായപ്പെട്ടു. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ മുഴുവൻ കേന്ദ്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളിലാണ്. ഈ അടുത്ത കാലത്തായി നടക്കുന്ന ബോധവൽക്കരണ പരിപാടികളെല്ലാം എടുത്തു നോക്കിയാൽ കുടുംബശ്രീ മിഷന്റെ ഭാഗമായി, ICDS വകുപ്പിന്റെ ഭാഗമായി നാട്ടിലെമ്പാടും നടക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലെല്ലാം ഭാഗഭാക്കായി കൊണ്ടിരിക്കുന്നത് സ്ത്രീകളാണ്. പെണ്ണുങ്ങളാവട്ടെ ബോധവൽക്കരിക്കപ്പെട്ട് ഏതാണ്ട് ബോധം കെട്ട അവസ്ഥയിൽ ആയി കഴിഞ്ഞിരിക്കുകയാണ്. പുരുഷന്മാർ ധരിച്ചിരിക്കുന്നത് ആവശ്യമായിട്ടുള്ള ബോധമൊക്കെ ഞങ്ങൾക്കുണ്ട്, ഇനിയൊരു ബോധവൽക്കരണത്തിന്റെ ആവശ്യമില്ല എന്നുള്ള ധാരണയാണ് പൊതുവെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ചെമ്പൂക്കാവ് ജവഹർ ബാലഭവനിൽ നടന്ന സെമിനാറിൽ കേരള വനിതാ കമ്മീഷൻ അംഗം ഇന്ദിരാ രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ P. മീര, അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് അംഗം രജിത വിജീഷ്, അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് ജില്ലാ ഓഫീസർ TJ മജീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ AR അർച്ചന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, കില അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ KPN അമൃത എന്നിവർ വിഷയാവതരണം നടത്തി. TCV തൃശൂർ. വടക്കേക്കാട് തൃക്കണമുക്ക് മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ജീവനക്കാരൻ ക്ഷേത്രം തുറക്കാനെത്തിയപ്പോഴാണ് ഭണ്ഡാരം പൊളിഞ്ഞു കിടക്കുന്നതായി കണ്ടത്. റോഡരികിലുള്ള ഭണ്ഡാരവും ക്ഷേത്രത്തിന്റെ മുന്നിലെ കവാടത്തിന് സമീപത്തെ ഭണ്ഡാരവും പടിഞ്ഞാറ് നടയിലെ ഭണ്ഡാരവുമാണ് മോഷ്ടാക്കൾ തകർത്തത്. 20,000 രൂപയോളം നഷ്ടപ്പെട്ടതായാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ക്ഷേത്രത്തിൽ 3ാമത്തെ കവർച്ചയാണിത്. വടക്കേക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. നാട്ടിക ബീച്ച് ശ്രീ ആരിക്കിരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനത്ത് മോഷണം. ക്ഷേത്രനടയിൽ സ്ഥാപിച്ച 5 തട്ടുകളുള്ള ദീപസ്തംഭം, ശ്രീകോവിലിന്റെ മുൻപിൽ സ്ഥാപിച്ച മണികൾ, ശ്രീകോവിലിന്റെ പുറകിലുണ്ടായിരുന്ന തൂക്കുവിളക്ക്, ശാസ്താവിന്റെ ക്ഷേത്രത്തിന് മുൻപിൽ സ്ഥാപിച്ച പ്രസാദ തട്ട്, കിണ്ടി എന്നിവയാണ് മോഷണം പോയത്. നട തുറക്കാനെത്തിയ ശാന്തി വിഷ്ണുവാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി ചുറ്റമ്പല നിർമ്മാണം നടന്നു വരികയായിരുന്നു. ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തെ വാതിൽ തള്ളി തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. 75,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ക്ഷേത്രം അധികൃതർ നൽകിയ പരാതിയെ തുടർന്ന് വലപ്പാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഏതാനും ദിവസം മുൻപ് തൃപ്രയാറിലെ മറ്റൊരു ക്ഷേത്രത്തിൽ നിന്ന് ദീപസ്തംഭവും വിളക്കുകളും മോഷണം പോയിരുന്നു.
കാനം രാജേന്ദ്രൻ അനുസ്മരണത്തിന്റെ ഭാഗമായി തൃശൂരിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു. CPI ജില്ലാ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന യോഗത്തിൽ CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷനായിരുന്നു. മുൻ MP CN ജയദേവൻ, MLA-മാരായ P ബാലചന്ദ്രൻ, ET ടൈസൺ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ യൂജിൻ മൊറേലി, അഡ്വക്കേറ്റ് CT ജോഫി തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. മുല്ലശ്ശേരി കനാൽ ബണ്ട് റോഡിന്റെ നവീകരണം പൂർത്തിയാക്കണമെന്ന ആവശ്യം ഉയരുന്നു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ കായലോര മേഖലയായ പാടൂർ ഇടിയഞ്ചിറയിൽ നിന്ന് തുടങ്ങി ഊരകം പതിയാക്കുളങ്ങര അടാട്ട് വഴി തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെത്താനുള്ള എളുപ്പമാർഗമാണ് ഈ കനാൽ ബണ്ട് റോഡ്. അധികൃതരുടെ ശ്രദ്ധയില്ലാതെയും അവഗണനയും മൂലം കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും ഈ റോഡിൽ നടന്നിട്ടില്ല. ഇടിയഞ്ചിറയിൽ നിന്ന് ബണ്ട് റോഡ് വഴി അടാട്ട് ഭാഗത്തെത്താൻ വെറും 8 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. വളവുകളില്ലാത്ത റോഡാണിത്. ഇടിയഞ്ചിറ മുതൽ പുല്ലൂർ പാലം വരെ നിലവിൽ ടാറിട്ട റോഡാണ്. പുല്ലൂർ മുതൽ അടാട്ട് വരെ 5 കിലോമീറ്റർ ദൂരം മാത്രം വീതി കൂട്ടി ടാറ് ചെയ്താൽ വലിയൊരു പ്രദേശത്തെ യാത്രാക്ലേശം പരിഹരിക്കാം. മുല്ലശ്ശേരി, തോളൂർ, അടാട്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ കനാൽ ബണ്ട് റോഡിൽ നവീകരണം പൂർത്തിയാക്കിയാൽ നെൽകർഷകർക്കും കർഷക തൊഴിലാളികൾക്കും കോൾ മേഖലയുടെ മൊത്തം വികസനത്തിനും ആക്കം കൂട്ടുമെന്ന് പൊതുപ്രവർത്തകനായ സദാശിവൻ മധുക്കര പറഞ്ഞു. മുല്ലശ്ശേരി ഇടിയഞ്ചിറയിൽ നിന്നും അടാട്ട് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ റോഡ് അതിൽ തന്നെ 3 കിലോമീറ്റർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി 5 കിലോമീറ്ററാണ് ഇനി ടാർ ചെയ്യാനുള്ളത്. ടാറിങ് ചെയ്ത് പൂർത്തീകരിച്ചാൽ തൃശ്ശൂരിലേക്ക് വളവില്ലാതെ അധികം സമയമെടുക്കാതെ എത്തിപ്പെടാൻ കഴിയുന്ന ഒരു പ്രധാന ബണ്ട് റോഡാണിത്. ഗതാഗത കുരുക്കുകളില്ലാതെ പടിഞ്ഞാറൻ തീരമേഖലയിൽ നിന്നും ഇതുവഴി എളുപ്പത്തിൽ തൃശൂരിലെത്താം. നിലവിൽ ഈ ബണ്ട് റോഡിൽ 8 പാലങ്ങൾ ഉള്ളതിനാൽ പുതിയ പാലങ്ങളുടെ ആവശ്യമില്ല. ഫാം ടൂറിസം വികസനത്തിനും നിർണായക പങ്ക് വഹിക്കാൻ ഈ ബണ്ട് റോഡിന് കഴിയും. TCV ന്യൂസ്, പാവറട്ടി. തിരുവാതിരയോടനുബന്ധിച്ച് ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ സംഘടിപ്പിക്കുന്ന ആതിരോത്സവത്തിന് തുടക്കമായി. P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പൂരം പ്രദർശനത്തെ സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്നും സർക്കാരും കൊച്ചിൻ ദേവസ്വം ബോർഡും വേണ്ട ഇടപെടൽ നടത്തുമെന്നും MLA പറഞ്ഞു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ അധ്യക്ഷനായിരുന്നു. പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ, ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ MB മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, സ്പെഷ്യൽ കമ്മീഷണർ അനിൽകുമാർ, തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്വപ്ന, ദേവസ്വം മാനേജർ KT സരിത, സമിതി സെക്രട്ടറി ഹരിഹരൻ, പ്രസിഡന്റ് P പങ്കജാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 500ഓളം തിരുവാതിര സംഘങ്ങൾ ഇത്തവണ പങ്കെടുക്കുന്നുണ്ട്. ഡിസംബർ 27-നാണ് തിരുവാതിര. കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി നാടുകടത്തി. മുരിങ്ങൂർ മുള്ളൻപാറ സ്വദേശി പൂഞ്ഞക്കാരൻ വീട്ടിൽ തങ്കച്ചൻ എന്ന ജോസഫ് തങ്കച്ചനെയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത്. കൊലപാതകം, വധശ്രമ കേസുകൾ, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി 9ഓളം കേസുകളിൽ പ്രതിയാണ് ഇയാൾ. റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG അജിത ബീഗമാണ് 6 മാസത്തേക്ക് നാടുകടത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഉത്തരവ് ലംഘിച്ചാൽ പ്രതിക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നതാണ്. ക്രിസ്മസ് കാലം അടിച്ചു പൊളിക്കാനുള്ള ഒരുക്കത്തിലാണ് വൈഗയും ദുർഗയും ലിയോയും. കാട്ടിൽ കഴിഞ്ഞതിനേക്കാൾ സന്തോഷത്തിലാണ് മൂവരും സുവോളജിക്കൽ പാർക്കിൽ കഴിയുന്നത്. സുവോളജിക്കൽ പാർക്കിലെ ആദ്യ അതിഥിയാണ് പെൺകടുവയായ വൈഗ. പിന്നാലെയാണ് ദുർഗയും കുഞ്ഞൻ പുലിയായ ലിയോയും എത്തിയത്. വൈഗയും ദുർഗയും സുവോളജിക്കൽ പാർക്കിൽ എത്തിയിട്ട് 8 മാസവും ലിയോ എത്തിയിട്ട് 6 മാസവും പിന്നിട്ടു. ഏതാനും നാളത്തെ കാത്തിരിപ്പ് കൂടി കഴിഞ്ഞാൽ ഏവരെയും കാണാനുള്ള ത്രില്ലിലാണ് സുവോളജിക്കൽ പാർക്കിലെ അതിഥികൾ. വൈഗ സുവോളജിക്കൽ പാർക്കിലെ തന്നെ പരിചരിക്കുന്ന ജീവനക്കാരോട് കൂടുതൽ അടുത്തു കഴിഞ്ഞു. തന്നെ പേരെടുത്ത് വിളിക്കുന്ന ജീവനക്കാരുടെ അടുത്തേക്ക് കൂടിനകത്ത് എവിടെയാണെങ്കിലും ഓടിയെത്തും. ദുർഗ അല്പം വാശിക്കാരിയാണ്, എന്നാലും ആരെയും പിണക്കില്ല. നെയ്യാർ വന്യജീവി പാർക്കിൽ നിന്നാണ് വൈഗയെയും ദുർഗയെയും സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചത്.
ഒരിക്കൽ വയനാട് വിറപ്പിച്ചവരാണ് ഇരുവരും. ജീവനക്കാരുടെ ഓമനയാണ് ലിയോ. പാലക്കാട് അയിലൂരിൽ നിന്നെത്തിച്ച ഈ കുഞ്ഞൻ പുലിയാണ് സുവോളജിക്കൽ പാർക്കിലെ താരവും. അമ്മ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ പുലി അവശനായിരുന്നുവെങ്കിലും സുവോളജിക്കൽ പാർക്കിലെ ഡോക്ടർമാരുടെ കൃത്യമായ ചികിത്സയും ജീവനക്കാരുടെ പരിചരണവും ലഭിച്ചതിനാൽ ആളൊന്നു മാറി. ശരിക്ക് പുലിക്കുട്ടിയായി. ദേഹത്തെ ഒടിവും ചതവുമെല്ലാം മാറി ഇൻപേഷ്യന്റ് വാർഡിൽ ഒന്നാന്തരം പുലിയായി വിഹരിക്കുകയാണ്. TCV ന്യൂസ്, തൃശൂർ. കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കഥകളി ചെണ്ടയിൽ കലാമണ്ഡലം MA വിദ്യാർത്ഥികളായ പെൺകുട്ടികളുടെ അരങ്ങേറ്റം നടന്നു. കലാമണ്ഡലം നിള ക്യാമ്പസിൽ വെച്ചാണ് അരങ്ങേറ്റം നടന്നത്. കലാമണ്ഡലം മുൻ പ്രിൻസിപ്പാളും ചെണ്ട വിഭാഗത്തിലെ വിസിറ്റിംഗ് പ്രൊഫസർ കൂടിയായ കലാമണ്ഡലം ഉണ്ണികൃഷ്ണന്റെയും കലാമണ്ഡലം HOD ബാലസുന്ദറിന്റെയും കീഴിലാണ് വിദ്യാർത്ഥികൾ ചെണ്ട പരിശീലനം നടത്തിയത്. കൂടിയാട്ട വിദ്യാർത്ഥിനിയായ സീതാലക്ഷ്മി, മോഹിനിയാട്ട വിദ്യാർത്ഥിനി അനഘാദാസ്, തിമിര വിദ്യാർത്ഥി വിവേക് എന്നിവരാണ് ചെണ്ടയിൽ അരങ്ങേറിയത്. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ അനന്തകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 43ാമത് തൃശൂർ പുഷ്പോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ മുൻ മേയർ K രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റുമാരായ അനിൽ പൊറ്റേക്കാട്ട്, CL ജോയ്, സെക്രട്ടറി TV ചന്ദ്രൻ, വിനോദ് കുറുവത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 22-ന് ആരംഭിക്കുന്ന പുഷ്പോത്സവം ജനുവരി 1-ന് സമാപിക്കും. 1 കോടിയോളം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ചെങ്കിലും വർഷങ്ങളായി ദ്രവിച്ച് ഉപയോഗശൂന്യമായ നാട്ടിക ബീച്ചിലെ കുട്ടികളുടെ പാർക്ക് സ്വകാര്യ വ്യക്തിയുടെ വിവാഹ ആഘോഷത്തിനായി വിട്ടുനൽകാനുള്ള നീക്കം വിവാദമാകുന്നു. വിവാദ വിഷയത്തിൽ കോൺഗ്രസ് BJP നേതാക്കൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഗീതാ ഗോപി MLA ആയിരിക്കെയാണ് നാട്ടിക ബീച്ചിൽ ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ മേൽനോട്ടത്തിൽ കുട്ടികളുടെ പാർക്ക് സ്ഥാപിച്ചത്. നിർമ്മാണം യാഥാർത്ഥ്യമായെങ്കിലും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പാർക്ക് നാശത്തിലേക്ക് കടന്നു. ഹൈമാസ്റ്റ് വിളക്കും സോളാർ വിളക്കുകളും തുരുമ്പെടുത്ത് നശിച്ചു. ഇരിപ്പിടങ്ങൾ, ശുചിമുറികൾ, വാട്ടർ ടാങ്ക് സ്റ്റാൻഡ്, ക്യാൻറ്റീൻ ഉൾപ്പെടെയുള്ളവയിലെ മുഴുവൻ ഉപകരണങ്ങളും ഉപ്പുകാറ്റേറ്റ് നശിച്ചു. കാടുപിടിച്ച പാർക്ക് പിന്നീട് തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രമായി. ഇത്തരം സാഹചര്യം നിലനിൽക്കെയാണ് CC മുകുന്ദൻ MLA സ്വകാര്യ വ്യക്തിയുടെ വിവാഹ ചടങ്ങിനായി പാർക്ക് നൽകാൻ അനുമതി നൽകിയെന്നാണ് പ്രധാന ആരോപണം. വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട പാർക്കിന്റെ ശുചീകരണം ഇതിനകം ഈവന്റ് ഏജൻസി ഏറ്റെടുത്തു തുടങ്ങിയിരുന്നു. എന്നാൽ കോൺഗ്രസ് BJP പ്രതിഷേധത്തെ തുടർന്ന് ഇവിടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവന് ഭീഷണിയാകാതെ കൃത്യമായ രീതിയിൽ പാർക്ക് നവീകരിക്കുകയാണ് വേണ്ടതെന്ന് BJP കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. അതേസമയം നാട്ടിക പഞ്ചായത്ത് പ്രതിപക്ഷമായ കോൺഗ്രസ് അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ ശക്തമായ പ്രതിഷേധവുമായി എത്തി. TCV തൃപ്രയാർ. യുനെസ്കോ തൃശൂർ ലേണിംഗ് സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ പരിധിയിൽ സ്ഥാപിക്കുന്ന സ്ട്രീറ്റ് ലൈബ്രറിയുടെ ഉദ്ഘാടനം നടന്നു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന ചടങ്ങ് യുനെസ്കോ സീനിയർ പ്രോഗ്രാം ഓഫീസർ അമ്മാര മാർട്ടിനൻസ് ഉദ്ഘാടനം ചെയ്തു. മനുഷ്യർ തമ്മിൽ ആശയവിനിമയം നടത്താനും സൗഹൃദം പങ്കുവയ്ക്കുന്നതിനുമായി തൃശൂരിൽ ഒരു നൈറ്റ് ലൈഫ് വേണമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. മേയർ MK വർഗീസ് അധ്യക്ഷനായിരുന്നു. ഡെപ്യൂട്ടി മേയർ ML റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വർഗീസ് കണ്ടംകുളത്തി, PK ഷാജൻ, കരോളിൻ പെരിഞ്ചേരി, സാറാമ റോബ്സൺ, കോർപ്പറേഷൻ സെക്രട്ടറി VP ഷിബു, ഡോക്ടർ അജിത് കാളിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ലേണിംഗ് സിറ്റിയുടെ വായനാ നഗരം പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ തൃശൂരിലെ 5 പ്രധാന ഇടങ്ങളിലാണ് പ്രത്യേക തെരുവ് ലൈബ്രറികൾ ആരംഭിച്ചിട്ടുള്ളത്. ചന്ദ്രാപിന്നിയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ മോഷണം പോയി. കയ്പമംഗലം കൊപ്രക്കളം സ്വദേശി സൂരജിന്റെ ഡിയോ സ്കൂട്ടറാണ് മോഷണം പോയത്. ദേശീയപാതയോരത്ത് ചന്ദ്രാപിന്നി ഹൈസ്കൂൾ റോഡിനടുത്തുള്ള ചായക്കടയിൽ കയറി മടങ്ങിയെത്തിയപ്പോഴാണ് സ്കൂട്ടർ കാണാതായത്.
കറുത്ത പാൻസും ടീഷർട്ടും ധരിച്ച യുവാവ് ഹെൽമറ്റ് ധരിച്ച് സ്കൂട്ടർ ഓടിച്ചു പോകുന്നത് തൊട്ടടുത്ത CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃപ്രയാറിൽ നിന്നും പുള്ളുവഴി തൃശൂർക്കുള്ള എളുപ്പമാർഗത്തിനായി മനക്കുടി കിഴക്കുംപുറത്തു നിന്നും കരാട്ടെ പടവ് ബണ്ടിലൂടെ തൃശൂർ കോർപ്പറേഷനെ ബന്ധിപ്പിക്കുന്ന റോഡ് വേണമെന്ന ആവശ്യം അധികൃതർ പരിഗണിക്കുന്നു. നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷ പൊതുമരാമത്ത് റൂട്ട്സ് പാലം വിഭാഗങ്ങൾക്ക് കൈമാറിയതായി അപേക്ഷകനായ വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി KL ജോസിനെ അധികൃതർ അറിയിച്ചു. കരാട്ടെ കോൾപ്പടവിന് നടുവിലൂടെ പോകുന്ന ബണ്ട് വീതിയും ഉയരവും കൂട്ടി സംരക്ഷണ ഭിത്തി കെട്ടി വേണം റോഡ് നിർമ്മിക്കാനെന്ന് വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി KL ജോസ് പറഞ്ഞു. റോഡ് യാഥാർത്ഥ്യമായാൽ വ്യാപാരികളും വിദ്യാർത്ഥികളും ജീവനക്കാരും ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളിലുള്ളവർക്കും ഉപകാരപ്രദമാകും. കൂടുതൽ അന്വേഷണത്തിനായി പൊതുമരാമത്ത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് വിഭാഗം തൃശൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അപേക്ഷ കൈമാറിയിരിക്കുകയാണ്. കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരോട് ഡോക്ടർ അപമര്യാദയായി പെരുമാറിയതായി പരാതി. കൊടകര പോലീസ് സ്റ്റേഷനിലെ 7 പോലീസുകാരാണ് ഡോക്ടർ മോശമായി പെരുമാറിയെന്നാരോപിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകിയത്. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറെ സമീപിച്ചപ്പോൾ തിരക്കാണെന്നും കുറച്ചു കഴിഞ്ഞ് വരാനും ഡോക്ടർ നിർദ്ദേശിക്കുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരോട് തിരിച്ചറിയൽ കാർഡ് ആവശ്യപ്പെടുകയും മോശമായി പെരുമാറിയെന്നും പറയുന്നു. ഇതേ തുടർന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാതെ പോയ പോലീസുകാർ DMOക്ക് പരാതി നൽകുകയായിരുന്നു. അതേസമയം പോലീസുകാരുടെ ആരോപണം മെഡിക്കൽ ഓഫീസർ നിഷേധിച്ചു. സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് തിരിച്ചറിയൽ കാർഡ് ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നും മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. വല്ലച്ചിറയിൽ വീടുകളിൽ കയറി പാത്രങ്ങൾ മോഷ്ടിച്ച തമിഴ് നാടോടി സ്ത്രീകളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. തമിഴ്നാട് സ്വദേശികളായ നാഗമ്മ, പൊന്നമ്മ, രാജേശ്വരി എന്നിവരാണ് അറസ്റ്റിലായത്. ആക്രി സാധനങ്ങൾ വാങ്ങാനെന്ന വ്യാജേന ചാത്തക്കുളം കടവിൽ ശ്രീകുമാറിന്റെ വീട്ടിലെ ചെമ്പ് പാത്രം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇവർ പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ ഇടപാടിൽ CPM കൗൺസിലർ അരവിന്ദാക്ഷന്റെ തട്ടിപ്പ് മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന ED. ബാങ്ക് ഭരണസമിതി മാത്രമല്ല പുറത്തുള്ള രാഷ്ട്രീയക്കാരും തട്ടിപ്പിന് ഉത്തരവാദികളാണെന്നും ED. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കുത്തിവെപ്പെടുത്ത 7 വയസ്സുകാരന് നടക്കാൻ കഴിയുന്നില്ലെന്ന പരാതി. വകുപ്പ് തല റിപ്പോർട്ട് DMOക്ക് കൈമാറി. ആരോപണ വിധേയനായ നഴ്സിനെ ജോലിയിൽ നിന്നും മാറ്റി. ചാലക്കുടിയിൽ റിട്ടയേർഡ് വനവകുപ്പ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. അസം സ്വദേശി ബഹ്റുൽ ഇസ്ലാമിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ശബരിമല തീർത്ഥാടകർക്ക് സംരക്ഷണം ഒരുക്കണമെന്നാവശ്യപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വീട് നിർമ്മിക്കാൻ ലൈഫ് മിഷനിൽ ഫണ്ട് നൽകുന്നില്ലെന്നാരോപിച്ച് കടങ്ങോട് പഞ്ചായത്തിന് മുന്നിൽ പട്ടികജാതി കുടുംബം കുത്തിയിരിപ്പ് സമരം നടത്തി. കിടപ്പുരോഗിയായ യുവാവിന് അളഗപ്പനഗർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ലൈഫ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതായി ആരോപണം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.